ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ബെർണോളി ട്രയൽ. എന്താണ് ബെർണോളി ട്രയൽ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്ന കോയിൻ ടോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡൈ ത്രോ ചെയ്യുന്നതോ അങ്ങനെയുള്ള ഏത് ഒരു റാൻഡം എക്സ്പെരിമെന്റ് എടുത്താലും ആ റാൻഡം എക്സ്പെരിമെന്റിനെ ഒക്കെ നമുക്ക് ഇതിലേക്ക് മാറ്റാൻ പറ്റും, ബെർണോളി ട്രയലിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് കോയിൻ ടോസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഏതും ആ എക്സ്പെരിമെന്റ്സിനെ ബെർണോളി ട്രയലിലേക്ക് മാറ്റാൻ ഇതൊരു 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ഈ ട്രയൽസ് 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻസ് ഇതൊക്കെയാണ്. ഒന്നാമത്തെ കണ്ടീഷൻ, അതൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് ആ ട്രയൽ റിപ്പീറ്റ് ചെയ്യണം. n ടൈംസ് റിപ്പീറ്റ് ചെയ്യും, 10 പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു 100 ടൈംസ്, 1000 ടൈംസ്, 1,00,000 ടൈംസ്, അങ്ങനെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് ഈ എക്സ്പെരിമെന്റ് എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. കോയിൻ ടോസ് ചെയ്യുന്ന കാര്യം തന്നെയാണെങ്കിൽ ഇപ്പൊ ഒരു 5 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം 7 പ്രാവശ്യം നമ്മൾ കോയിൻ ടോസ് ചെയ്യണം. ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് n ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈച്ച് ട്രയൽസ് ഷുഡ് ബി ഇൻഡിപെൻഡന്റ്. എല്ലാ ട്രയൽസും എന്തായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഒരു ട്രയല് മറ്റൊരു ട്രയലിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ കോയിൻ ടോസ് ചെയ്യുന്ന കേസിലൊന്നും അത് പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് അടുത്ത പ്രാവശ്യം തന്നെ ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ അത് എഫക്ട് ചെയ്യില്ല, അല്ലെ? നമുക്കറിയാം ഹെഡ് അല്ലെങ്കിൽ ടെയിലാണ് കിട്ടാൻ പോകണമെന്ന് അറിയാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന ചില എക്സ്പെരിമെന്റുകൾ ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബോക്സിനകത്തുനിന്ന് ഒരു ബോൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ പാക്കറ്റ് പ്ലേയിങ് കാർഡിനകത്തുനിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. അങ്ങനെയുള്ള എക്സ്പെരിമെന്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അതില് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ട്രയൽ നടത്തി കഴിഞ്ഞാൽ, ഒരു കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർഡ് നമ്മൾ തിരിച്ച ആ ബോക്സിനകത്തേക്ക് തന്നെ വെച്ചിട്ടില്ലെങ്കിൽ, റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ കാർഡിന്റെ സെലക്ഷൻ, ആദ്യം കാർഡ് എടുത്ത ആ ഒരു എക്സ്പെരിമെന്റ് ആ ട്രയല് രണ്ടാമത്തെ ട്രയലിനെ എഫക്ട് ചെയ്യും, അല്ലെ? അങ്ങനെ രണ്ടാമത്തെ ട്രയലിനെ എഫക്ട് ചെയ്യാൻ പാടില്ല. അതാണ് ട്രയൽ ഷുഡ് ബി ഇൻഡിപെൻഡന്റ് എന്ന് പറയാനുള്ള കാരണം. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നോക്കിക്കോളൂ. ഇവിടെ രണ്ട് ഔട്ട്കംസേ ഉണ്ടാവാൻ പാടുള്ളൂ, സക്സസ് ഓർ ഫെയിലിയർ. സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ ആയിരിക്കണം ഇവിടുത്തെ ഔട്ട്കംസ് ഒക്കെ. അതിപ്പോ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, റിലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കോയിന് 2 ഔട്ട്കംസേ ഉള്ളൂ, ഹെഡ് അല്ലെങ്കിൽ ടെയില്. ഹെഡ് കിട്ടിയാൽ നമുക്ക് സക്സസ് എന്ന് പറയാം. അപ്പൊ ഹെഡ് കിട്ടിയില്ലെങ്കിൽ ടെയിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഫെയിലിയർ എന്ന് പറയാം. അല്ലെങ്കിൽ ടെയില് കിട്ടുകയാണെങ്കിൽ സക്സസ് എന്ന് പറയാം, ഹെഡ് കിട്ടിയ ഫെയിലിയർ എന്ന് പറയാം. അതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ കോയിൻ ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് 6 ഔട്ട്കംസ് വരുന്ന ഒരു ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അതിനകത്ത് നിന്ന് 2 ഔട്ട്കം ആയിട്ട് അതിനെ മാറ്റാൻ പറ്റുക? സക്സസ് ആൻഡ് ഫെയിലിയർ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് ഈസിയാണ്. നമ്മൾ എന്താണോ നമ്മൾ സക്സസ് ആയിട്ട് എടുക്കേണ്ടത് അതിനെ സക്സസ് ആയിട്ടും, അത് കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഫെയിലിയർ ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈവൻ നമ്പർ ആണ്. ഇപ്പൊ ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് ഈവൻ നമ്പർ ആണ് നമ്മൾ സക്സസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വിചാരിക്കും. അപ്പോ നമുക്ക് ഔട്ട്കം ആയിട്ട് 2, 4, 6 കിട്ടിയാൽ, 2, 4, 6 കിട്ടിയാൽ നമുക്ക് സക്സസ് ആയിട്ട് പറയാം. 2, 4, 6 അല്ലാതെ 1, 3, 5 ആണ് കിട്ടുന്നെങ്കിൽ നമുക്ക് ഫെയിലിയർ ആയിട്ട് പറയാം. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ 6 കിട്ടിയാൽ സക്സസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പൊ 6 കിട്ടിയില്ലെങ്കിൽ 1, 2, 3, 4, 5 കിട്ടിയ ഏത് കിട്ടിയാലും നമുക്ക് എന്ത് പറയാം? ഫെയിലിയർ ആയിട്ട് പറയാം. കാർഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡയമണ്ട് കാർഡ് കിട്ടിയാൽ നമുക്ക് സക്സസ് എന്ന് പറയാം. ഡയമണ്ട് കാർഡ് കിട്ടിയില്ലെങ്കിൽ അത് ഫെയിലിയർ. അപ്പൊ ഏത് ഒരു ഔട്ട്കമിനെയും ഏതൊരു എക്സ്പെരിമെന്റിനെയും നമുക്ക് എന്തിലേക്ക് കാറ്റഗറൈസ് ചെയ്യാം? ഈ 2 ഔട്ട്കം ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം, സക്സസ് ഓർ ഫെയിലിയർ എന്ന് പറഞ്ഞിട്ട്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ്. എല്ലാത്തിന്റെയും ഓരോ ട്രയലിന്റെയും പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഷുഡ് ബി സെയിം. എല്ലാ ട്രയലിന്റെയും പ്രോബബിലിറ്റി ഓഫ് സക്സസ് സെയിം ആയിരിക്കണം. അപ്പൊ ഡൈ ത്രോ ചെയ്യുന്ന കേസിലും കോയിൻ ടോസ് ചെയ്യുന്ന കേസിലൊന്നും ആ ബുദ്ധിമുട്ടുകൾ വരില്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാർഡ് സെലക്ട് ചെയ്യുന്ന കേസിലൊക്കെ ട്രയൽസ് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ അത് പ്രോബബിലിറ്റി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഒരു പ്രാവശ്യം നമ്മൾ കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്തിട്ടേ പിന്നെ അടുത്ത കാർഡ് നമ്മൾ സെലക്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് അവിടെ
ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഈ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ട്രയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബെർണോളി ട്രയൽ എന്ന് പറയുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബെർണോളി ട്രയൽ എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ട്രയൽസിനെയാണ് നമ്മൾ ബെർണോളി ട്രയൽ എന്ന് പറയുന്നത്. ഇഫ് എക്സ്പെരിമെന്റ് ഈസ് ഇൻ ബെർണോളി ട്രയൽ, അല്ലെങ്കിൽ നമ്മൾ ആ എക്സ്പെരിമെന്റ് ബെർണോളി ട്രയൽ ആയി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബെർണോളി ട്രയലിലെ റാൻഡം വേരിയബിളില് കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷൻ, ബെർണോളി ട്രയലിൽ നമ്മൾ ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, സക്സസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു റാൻഡം വേരിയബിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. റാൻഡം വേരിയബിൾ ടേക്സ് n ട്രയൽസ് നമ്മൾ ആ റാൻഡം വേരിയബിൾ എടുക്കുന്നുണ്ടെങ്കിൽ അതില് x എന്ന് പറയുന്ന നമ്പർ ഓഫ് സക്സസ് ആണെങ്കിൽ, നമ്പർ ഓഫ് സക്സസ്, x denotes the number of success in n trials, then it follows a binomial distribution. ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF എന്ന് പറയുന്നത് അല്ലെങ്കിൽ VMF എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും: P of x equal to x, that is equal to NCx P raised to x Q raised to n minus x, where P is the probability of success, P എന്ന് പറയുന്ന probability of success, and Q എന്ന് പറയുന്ന probability of failure ആയിട്ടാണ് നമ്മൾ എടുക്കുക. where x varies from 0, 1, 2, 3 etc. up to n. ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, P plus Q എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. Probability of success plus probability of failure is always 1. After the occurrence, the probability is always 1 എന്ന് പറയുന്ന പോലെ. ഇനി ഇവിടെ x എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, x is the number of success in n trials. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ P എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. ഇവിടെ എത്ര സക്സസ് വരുന്നുണ്ട്, x സക്സസ് വരുന്നുണ്ട്. therefore ടോട്ടൽ P raised to x ആയിരിക്കും സക്സസിന്റെ പ്രോബബിലിറ്റി വരിക. അതുപോലെ x സക്സസ് ആണെങ്കിൽ അതിനകത്ത് എത്ര ഫെയിലിയേഴ്സ് ഉണ്ടാവും, n മൈനസ് എക്സ് ഫെയിലിയേഴ്സ് ഉണ്ടാവും. അപ്പൊ Q raised to n മൈനസ് എക്സ് എന്ന് പറയുന്ന ഫെയിലിയറിന്റെ എണ്ണമാണ് അവിടെ, പ്രോബബിലിറ്റി ആണ് അവിടെ കാണുന്നത്. അപ്പൊ ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ. അതിന്റെ PDF എന്ന് പറയാൻ പാടില്ല, PMF എന്നാണ് പറയാ, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. PDF എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസിന് വേണ്ടിയിട്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് PDF. ഇവിടെ PMF എന്നാണ് പറയേണ്ടത്. ഓക്കെ, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. അതാണ് ഈ കാണുന്ന എക്സ്പ്രഷൻ P of x equal to x equal to NCx P raised to x Q raised to n minus x, x equal to 0, 1, 2, 3 etc. n, and P plus Q equal to 1, where P is the probability of success and Q is the probability of failure. ഒരു റാൻഡം വേരിയബിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: x ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ B of NP നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ n and p ആർ ദ പാരാമീറ്റേഴ്സ്. എന്നിന്റെയും പിന്നെയും ഈ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുക. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ട്രയൽസ് ആൻഡ് p എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് സക്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോബബിലിറ്റി ഓഫ് സക്സസ്. ഓക്കെ, അപ്പോ എക്സ് ഫോളോസ് ബി എൻ പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സ് ഫോളോസ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് പി ആൻഡ് എൻ ആൻഡ് പി. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത് പി പ്ലസ് ക്യൂ ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ബൈനോമിയൽ തിയറം പണ്ട് +1 പഠിച്ചിട്ടുണ്ട്. ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. പി പ്ലസ് ക്യൂ ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സ്പാൻഷൻ ആണ്. എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? സിഗ്മ എക്സ് ഫ്രം 0 to n NCx P raised to x Q raised to n minus x. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്. അത് ബൈനോമിയൽ തിയറത്തിന്റെ ജനറൽ ടേം ആണ് ഈ കാണുന്നത്. നമ്മൾ NCR വെച്ചിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. a plus b all raised to n എന്ന് പറയുന്നത് NCR P raised to r Q raised to n minus B raised to n minus r എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. P plus Q all raised to n is sigma x from 0 to n NCx P raised to x Q raised to
n minus x. ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, p plus q എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ നമ്മൾ നേരത്തെ എഴുതിയത് എന്തായിരുന്നു? 1 ആയിരുന്നു അല്ലെ. അപ്പൊ p plus q whole raised to n എന്ന് പറയുന്നത് p plus q whole raised to n is 1. That implies sigma x from 0 to n nc x p raised to x q raised to n minus x എന്ന് പറഞ്ഞത് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, കാരണം നമുക്ക് ഇവിടെ ബൈനോമിയൽ തിയറത്തിന്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വാരിയൻസ് ഒക്കെ പ്രൂവ് ചെയ്യുന്ന സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനകത്ത് നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കാം. An agricultural cooperative society claims that 90% of the watermelons shipped out are ripe and ready to eat. Find the probabilities that among 18 watermelons shipped out. 3 sub-questions under. First question, all 18 are ripe and ready to eat. Second question, at least 16 are ripe and ready to eat, and at most 14 are ripe and ready to eat. അതായത് ഒരു അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഷിപ്പ് ചെയ്യുന്ന വാട്ടർമെലൻസ് റൈപ്പ് ആൻഡ് റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ വിളഞ്ഞ പഴുത്ത് എന്നൊക്കെയുള്ള അർത്ഥം ആണ്. റെഡി ടു ഈറ്റ് ആണ് സാധനം എന്നുള്ളതാണ്, അതായത് മൂത്ത് പഴുത്തുള്ള സംഗതിയാണെന്നുള്ളതാണ് എന്റെ മീനിങ്. അപ്പോ അങ്ങനെ 90% ഓഫ് ദ ഷിപ്ഡ് ഐറ്റംസ് ആർ റൈപ്പ് ആൻഡ് റെഡി ടു ഈറ്റ് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്, ആ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 18 വാട്ടർമെലൻസ് ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 3 സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മളോട് ആൻസർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഓൾ 18 ആർ റൈപ്പ് ആൻഡ് റെഡി ടു ഈറ്റ്? എല്ലാ 18ഉം റൈപ്പ് ആൻഡ് റെഡി ടു ഈറ്റ് ആണ് എന്നുള്ളത് പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. ആൻഡ് അറ്റ്ലീസ്റ്റ് 16 റൈപ്പ് ആൻഡ് റെഡി ടു ഈറ്റ് ആണെന്നുള്ളതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. ആൻഡ് അറ്റ് മോസ്റ്റ് 14 ആർ റൈപ്പ് ആൻഡ് റെഡി ടു ഈറ്റ് എന്നുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഒന്ന് ഇത് ബൈനോമിയൽ തിയറം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? എത്ര ട്രയൽസ് നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്? 18 ട്രയൽസ് നമ്മൾ എടുക്കുന്നുണ്ട്. 18 ട്രയൽസ് എന്ന് പറയുമ്പോൾ 18 വാട്ടർമെലൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഷിപ്പ് ചെയ്യാനായിട്ട് അല്ലെ. ദെൻ പിന്നെ പറയുന്നത് എന്താണ് ഇതിനകത്ത്? 90% ഓഫ് ദ വാട്ടർമെലൻസ് ഷിപ്ഡ് ഔട്ട് ആർ റൈപ്പ് ആൻഡ് റെഡി ടു ഈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സക്സസ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന സാധനം, സക്സസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് റൈപ്പ് ആൻഡ് റെഡി ടു ഈറ്റ് വാട്ടർമെലൻസ് ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പർ ഓഫ് സക്സസ് ആണ്. അതും മനസ്സിലാക്കുക. എല്ലാ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലും സക്സസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരിക. എക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യം വരില്ല, ബിക്കോസ് എക്സ് ഇസ് എ നമ്പർ ഓഫ് സക്സസ് ഓൾവേസ്. ദെൻ റൈപ്പ് ആൻഡ് റെഡി ടു ഈറ്റ് വാട്ടർമെലൻസിന്റെ പ്രോബിലിറ്റി അവർ ക്ലെയിം ചെയ്യുന്നത് എത്രയാണ്? 90%ഉം റൈപ്പ് ആൻഡ് റെഡി ടു ഈറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ട്രയലിലെ അല്ലെങ്കിൽ ഒരു വാട്ടർമെലൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 90% എന്ന് പറയുമ്പോൾ 0.9% പ്രോബിലിറ്റി ആണ്. 0.9 പ്രോബിലിറ്റി ആണ് ഇറ്റ് ഷുഡ് ബി റൈപ്പ് ആൻഡ് റെഡി ടു ഈറ്റ് ആവാനുള്ളത്. അപ്പൊ പി എന്ന് പറയുന്നത് 0.9 ആണ് പ്രോബിലിറ്റി ഓഫ് സക്സസ്, ബിക്കോസ് 90% ആയതുകൊണ്ടാണ് 0.9 വന്നത്. ദെൻ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് പി ആണ് അല്ലെ. 1 മൈനസ് പി എന്ന് പറയുമ്പോൾ 1 മൈനസ് 0.9 0.1 പ്രോബിലിറ്റി ആണ് എന്തിനുള്ളത്? ഫെയിലിയറിനുള്ളത്. അപ്പൊ ക്യൂ എന്ന് പറയുന്നത് 0.1 ആണ്. നമുക്ക് കിട്ടിയത് n ഈക്വൽ ടു 18, p ഈക്വൽ ടു 0.9, q ഈക്വൽ ടു 0.1. നമുക്ക് ഇതിനകത്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് എഴുതി നോക്കാം. അതിന്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. p of x ഈക്വൽ ടു x ഈക്വൽ ടു 18cx p raised to x. p എന്ന് പറഞ്ഞാൽ ഇവിടെ p എത്രയാണ്? 0.9 raised to x and 0.1 raised to 18 minus x, the success, the failure. Okay, ഇതാണ് അതിന്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടുക. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓൾ 18 ആർ റെഡി ടു ഈറ്റ്, റൈപ്പ് ആൻഡ് റെഡി ടു ഈറ്റ് ആവാനുള്ള പോസിബിലിറ്റി എന്താണെന്നുള്ളത്. അപ്പൊ p of x ഈക്വൽ ടു 18 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട്. p of x ഈക്വൽ ടു 18 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 18c 18, 0.9 raised to 18, 0.1 raised to 18 minus 18. That is 18c 18 പറഞ്ഞാൽ 1 ആണ്. 0.9 raised to 18,
into 0.1 raised to 0 വരും. It is 1. അപ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്? ഫസ്റ്റ് 1 എന്ന് പറയുമ്പോൾ it is 0.9 raised to 18 എന്ന് പറഞ്ഞാൽ 0.1508 എന്നാണ് അതിന്റെ പ്രോബബിലിറ്റി വരിക. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. It is 0.1501 എന്നാണ് വരിക. ഓക്കെ, ഇത്രയാണ് ആൻസർ കിട്ടുക. 0.01. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ അറ്റ്ലീസ്റ്റ് 16 ആർ റൈപ്പ് ആൻഡ് റെഡി ടു ഈറ്റ്. അറ്റ്ലീസ്റ്റ് 16 ആണ്. അറ്റ്ലീസ്റ്റ് 16 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16, മിനിമം 16 എന്നാണ് അറ്റ്ലീസ്റ്റ് 16 ഉദ്ദേശം. അപ്പോ 16 അല്ലെങ്കിൽ 16നേക്കാളും വലുത്. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16 ഏതുവരെ പോകും? എക്സ് ഈക്വൽ ടു 16 ഉണ്ടാവും, പി ഓഫ് എക്സ് ഈക്വൽ ടു 17 ഉണ്ടാവും. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 17 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 18 അല്ലെ? ടോട്ടൽ 18 വാട്ടർമെലൻസേ ഉള്ളൂ, അതിന് കൂടുതലേക്ക് പോവില്ല. അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 16 watermelons to be ripe and ready to eat എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഓരോന്നിന്റെയും വാല്യൂ നമ്മൾ കൊടുക്കുക. 18c എക്സിന് പകരം 16, 0.9 raised to 16, 0.1 raised to 18 minus 16 plus 18c 17, 0.9 raised to 17, 0.1 raised to 18 minus 17 പ്ലസ് നമ്മൾ ഓൾറെഡി പി ഓഫ് എക്സ് ഈക്വൽ ടു 18 കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂടെ ആഡ് ചെയ്താൽ മതി 0.1501. ഓക്കെ, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഫൈനൽ ഈ 18c16 എന്നൊക്കെ പറഞ്ഞ 18c2 ആണ്. ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. വാല്യൂ ഞാൻ ജസ്റ്റ് ഇവിടെ വാല്യൂ മാത്രം എഴുതാം. വാല്യൂ വരുന്നത് 0.283512 പ്ലസ് 0.300189, 0.1501. Finally, probability is 0.7338 എന്നാണ് ഇതിന്റെ ആൻസർ കിട്ടുക. അറ്റ്ലീസ്റ്റ് 16 റൈപ്പ് ആൻഡ് റെഡി ടു ഈറ്റിന്റെ പ്രോബബിലിറ്റി കിട്ടുക. ഇനി നെക്സ്റ്റ് വരുന്നത് അറ്റ്മോസ്റ്റ് 14, മാക്സിമം 14 എന്നുള്ളതാണ് അറ്റ്മോസ്റ്റ് 14നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് അറ്റ്ലീസ്റ്റ് 16 ആണ്. അറ്റ്ലീസ്റ്റ് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അറ്റ്മോസ്റ്റ് പറയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ദിസ് ഇസ് അറ്റ്മോസ്റ്റ്. ഓക്കെ, അറ്റ്മോസ്റ്റ് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? 14 വരെയുള്ളത് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, 2, 3, 4, 14 വരെ കണ്ടുപിടിക്കണം. ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ കോംപ്ലിമെന്റ് പ്രോബബിലിറ്റി ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഇസ് 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ 14. ഇത് കണ്ടുപിടിച്ചാൽ മതി. അതായത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 കണ്ടുപിടിക്കാനായിട്ട് 1 മൈനസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 14 കണ്ടുപിടിക്കുക. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ്, ഇവിടെ ലെസ് ദാൻ ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും കേട്ടോ. ശ്രദ്ധിക്കുക നിങ്ങൾ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ. ഇവിടെ ഗ്രേറ്റർ ദാൻ 14 എന്തൊക്കെ വരും? 15, 16, 17 ആണ് വരിക. 17, 18 വരും അല്ലെ? അപ്പൊ അവിടെ അത് 1 എന്ന് മൈനസ് ചെയ്താൽ 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 15 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 16 plus p of x equal to 17 plus p of x equal to 18. ഓക്കെ, ഇത് 1 ന് മൈനസ് ചെയ്താൽ മതി. ഓൾറെഡി ഇതിന്റെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ 16 to 18 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? അത് എത്രയാണ്? 0.7338 ആണ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി 15 മാത്രം കണ്ടുപിടിച്ചാൽ മതി. 15 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 18c15, 0.9 raised to 15, 0.1 raised to 18 minus 15. ഞാൻ വാല്യൂ മാത്രം ഇവിടെ എഴുതാം. വാല്യൂ കിട്ടുന്നത് ഫൈനൽ ആഡ് ചെയ്ത് ഇവിടെ 1 മൈനസ് ഉണ്ടാവും കേട്ടോ. ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫൈനൽ വാല്യൂ ആണ് ഞാൻ എഴുതുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 0.901807 എന്നാണ് വാല്യൂ കിട്ടുന്നത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 0.0982 എന്ന് കിട്ടും. 1 ന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന. ഫൈനലി പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 കിട്ടുന്നത് നമുക്ക് എത്രയാണ്? 0.0982 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, അപ്പോ ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം.
ഇതുപോലെ സക്സസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ ഓൾറെഡി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് +2 പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. +2 നമ്മൾ ലാസ്റ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ലാസ്റ്റ് പഠിച്ചിട്ടുള്ളതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതിനകത്ത് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ റെഫർ ചെയ്ത് നോക്കുക. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം. അതിനകത്ത് എന്തൊക്കെയാണ് ബെർണോളി ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ് അത് ബെർണോളി ട്രയൽ, എന്തുകൊണ്ടാണ് ബെർണോളി ട്രയൽ ആവുന്നത്, ഒരു ട്രയൽ എങ്ങനെയാണ് ബെർണോളി ട്രയൽ ആവുന്നത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതിന്റെ PDF, PMF, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഫംഗ്ഷൻ എന്താണ്, പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത. അതിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു, അതിന്റെ പ്രോപ്പർട്ടി നമ്മൾ എഴുതി. അപ്പോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന 2 ടൈപ്പ് പ്രോബബിലിറ്റി ആണ്. ഒന്ന് ബൈനോമിയൽ, പിന്നെ ഒന്ന് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട്, മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബിടെക് മാത്തമാറ്റിക്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.